2024 ജനുവരി 5 മുതൽ 7 വരെ മോക്ഷ ട്രാവൽസ് സംഘടിപ്പിച്ച ഞങ്ങളുടെ ദക്ഷിണേന്ത്യൻ ക്ഷേത്ര ദർശനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ സന്ദർശിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. നമുക്ക് രസകരമായ ഒരു ക്ഷേത്രയാത്ര നടത്താം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത്തരം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും നമ്മളുടെ യഥാർത്ഥ ഇന്ത്യൻ സംസ്കാരം തിരിച്ചറിയുകയും വേണം. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഭാരതം ഭരിച്ച പല ഭരണാധികാരികളും നമ്മുടെ ക്ഷേത്രങ്ങൾക്കും സംസ്കാരത്തിനും വലിയ തോതിൽ നാശം വരുത്തിയിട്ടുണ്ട്. നമുക്ക് കഴിയുന്നിടത്തോളം അവ സംരക്ഷിക്കാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ്. തഞ്ചാവൂർ നെല്ലിനും വെങ്കല പ്രതിമകൾ പോലുള്ള കരകൗശല വസ്തുക്കൾക്കും, തഞ്ചാവൂർ പെയിൻറ്റിങ്ങുകൾ, തഞ്ചാവൂർ വീണ, തഞ്ചാവൂർ നൃത്തം ചെയ്യുന്ന പാവകൾ, ഭരതനാട്യം എന്നിവയ്ക്കും പ്രശസ്തമാണ്. തമിഴ്നാടിൻ്റെ നെല്ലുപാത്രം എന്നറിയപ്പെടുന്ന ഇത് കൃഷിഭൂമി നിറഞ്ഞതാണ്. ബൃഹദ്, അതായത് സംസ്കൃത വാക്കായ ബൃഹദ് എന്ന ക്ഷേത്രനാമം തന്നെ ക്ഷേത്രത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുന്നു. ബൃഹദീശ്വര ക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടതും 11-ാം നൂറ്റാണ്ടിലെ ചോള രാജവംശത്തിലെ ശ്രീ രാജരാജ ചോളൻ പണി കഴിപ്പിച്ചതുമാണ്. ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ 60 കിലോമീറ്റർ അകലെയുള്ള പുതുക്കോട്ടയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ബൃഹദീശ്വര ക്ഷേത്രം 1987 യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ പാദരക്ഷകൾ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കുക. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഗോപുരത്തിന്റെ ഇടതുവശത്തിരിക്കുന്ന ഗണപതിയെ ആരാധിക്കണം. ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ ആദ്യ കവാടത്തിന് മറാത്ത ഗേറ്റ് എന്നാണ് പേര്. ഇത് 19-ാം നൂറ്റാണ്ടിലേതാണ്. രണ്ടാമത്തെ ഗോപുരം ചോള രാജവംശത്തിലെ കേരളാന്തകൻ ചേരന്മാർക്കെതിരായ വിജയത്തിന് ശേഷം നിർമ്മിച്ചതാണ്. ഗ്രാനൈറ്റിലും ചുണ്ണാമ്പുകല്ലിലും 90 അടി ഉയരത്തിലാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ക്ഷേത്ര വാസ്തുവിദ്യ സാധാരണമായി ദ്രാവിഡ ശൈലിയാണ്. ഗോപുരങ്ങൾ വലുതും പ്രധാന ക്ഷേത്രം ചെറുതുമാണ്. എന്നാൽ ഇവിടെ അത് വിപരീതമാണ്. അത് ചോള ശൈലിയാണ്. ദക്ഷിണേന്ത്യയിൽ പ്രവേശന കവാടം ചെറുതും ഗോപുരം വലുതുമായ 3 ക്ഷേത്രങ്ങളേ ഉള്ളൂ. തഞ്ചാവൂർ, ഗംഗൈകൊണ്ട ചോളപുരം, ഐരാവതേശ്വർ എന്നിവയാണ് ഈ ക്ഷേത്രങ്ങൾ. ജാലകത്തിന്റെ ഇരുവശത്തുമുള്ള 2 രൂപങ്ങൾ ദ്വാരപാലകരാണ്. അതിന് അടുത്ത് 4 തലകളുള്ള ഇരിക്കുന്ന ബ്രഹ്മാവിനെ കാണാം. ഇടതുവശത്ത് നിങ്ങൾക്ക് ശിവൻ, പാർവതി, കാളി രൂപങ്ങൾ കാണാം. അതിൻ്റെ വലതുവശത്തായി നൃത്തം ചെയ്യുന്ന ശൈലിയിൽ നടരാജനെ നിങ്ങൾക്ക് കാണാം. തഞ്ചാവൂർ ശിവലിംഗം വളരെ വലുതും 108 നൃത്ത ചുവടുകളുമുള്ളതാണ്. ഇടതുകാൽ ഉയർത്തി രുദ്രതാണ്ഡവം ചെയ്യുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് 4 ക്ഷേത്രങ്ങളുണ്ട്. പല്ലവ രാജവംശത്തിൻ്റെ മഹാബലിപുരം, ചോള രാജവംശത്തിലെ അടുത്ത 3 ക്ഷേത്രങ്ങൾ, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, ധാരാസുരത്തിലെ ഗംഗൈകൊണ്ട ചോളപുരവും ഐരാവതേശ്വര ക്ഷേത്രവും. 40 അടി നീളമുള്ള ഒറ്റക്കല്ല് തൂണാണിത്. 4 അടി ഭൂമിക്ക് താഴെയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ സിമന്റ് ഉപയോഗിച്ചിട്ടില്ല. ഇന്റർലോക്ക് രീതി ഉപയോഗിച്ചാണ് ഇത് ഉറപ്പിക്കുന്നത്. തഞ്ചാവൂർ ഭരിച്ചത് പ്രധാനമായും 4 രാജവംശങ്ങളാണ്. 11-ാം നൂറ്റാണ്ടിൽ ചോളർ, 13-ാം നൂറ്റാണ്ടിൽ മധുരയിൽ നിന്നുള്ള പാണ്ഡ്യന്മാർ, 16-ാം നൂറ്റാണ്ടിൽ വിജയനഗറിൽ നിന്നുള്ള നായകരും, 18-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറാത്തികളും. ബൃഹദീശ്വര ക്ഷേത്രം നടത്തിപ്പോരുന്നത് മറാത്ത കുടുംബത്തിലെ ട്രസ്റ്റിമാരാണ്. ക്ഷേത്രത്തിന്റെ പുറം ചുവരുകളിൽ ക്ഷേത്ര ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു വരി വായിക്കാൻ നിങ്ങൾക്ക് ക്ഷേത്രം പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യണം. അത്തരം 17 വരികളുണ്ട് ചരിത്രം പൂർത്തിയാക്കാൻ.
നമ്പർ 9 വളരെ പ്രധാനമാണ്. മനുഷ്യ ശരീരത്തിൽ 9 ദ്വാരങ്ങളുള്ളതുപോലെ, അതായത് 2 കണ്ണുകൾ, 2 ചെവികൾ, വായ, 2 നാസാദ്വാരങ്ങൾ, മലദ്വാരം, ജനനേന്ദ്രിയം എന്നിവ. പ്രധാന ക്ഷേത്രം 216 അടി, അതായത് 2 + 1 + 6 = 9. ഉയരവും 13 നിലകളിലായി ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. ശിവനൃത്തത്തിൽ 108 വ്യത്യസ്ത പോസുകളുണ്ട്. നക്ഷത്രങ്ങൾ 27, ഗ്രഹങ്ങൾ 9, ഋഷികൾ 108. ഇതെല്ലാം 9 അവസാനിക്കുന്നു. ക്ഷേത്രത്തിലും പരിസരത്തുമായി 1008 നന്ദി പ്രതിമകളുണ്ട്. ക്ഷേത്രത്തിൽ 252 252 ശിവലിംഗങ്ങളുണ്ട്. 251 ചെറിയ ശിവലിംഗങ്ങൾ പുറത്ത്, 1 വലുത് അകത്ത് പ്രധാന ക്ഷേത്രത്തിൽ. ക്ഷേത്രത്തിൻ്റെ ആകെ വിസ്തീർണം 36 ഏക്കറാണ്. 3 + 6 = 9. ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ശിവലിംഗം 18 അടി ഉയരമുണ്ട്. ശിവലിംഗത്തിൻ്റെ ചുറ്റളവ് 54 അടിയാണ്. ശിവലിംഗത്തിൻ്റെ ദൃശ്യഭാഗം 13 അടി മാത്രം. ഭൂമിക്കടിയിൽ 5 അടി, ബാക്കി പുറത്തും. ദക്ഷിണേന്ത്യയിൽ ലഭ്യമല്ലാത്ത കരിങ്കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അത് മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു. നായക രാജവംശത്തിൻ്റെ കാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് വലിയ നന്ദിപ്രതിമ. ചോള രാജവംശം സ്ഥാപിച്ച യഥാർത്ഥ നന്ദിപ്രതിമ 6 അടി ഉയരമുള്ളത് ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ വാരാഹി ക്ഷേത്രവും പാണ്ഡ്യ രാജവംശം നിർമ്മിച്ച ബൃഹന്നായകി, അതായത് പാർവതി ക്ഷേത്രവും കാണാം. 9.5 അടി ഉയരത്തിലാണ് ഈ പാർവതി പ്രതിമ. തെക്ക് അഭിമുഖമായി ശിവൻ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് ഈ ഗോവണി. തെക്ക് യമധർമ്മന്റെ ദിശയാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മറാത്ത രാജവംശം നിർമ്മിച്ച വിഘ്നേശ്വര, അതായത് ഗണേശൻ ക്ഷേത്രമാണിത്. 2 ഭാര്യമാരുള്ള ഋദ്ധിയും സിദ്ധിയും മുംബൈ ശൈലിയിലുള്ള ഗണപതിയാണിത്. രഥത്തിന്റെ രൂപത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. സാധാരണയായി ക്ഷേത്ര വാസ്തുവിദ്യയിൽ ആദ്യം ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നീട് വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ആദ്യം ശിവലിംഗം പ്രതിഷ്ഠിച്ചു, പിന്നീട് പുറത്തെ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം ശിവലിംഗത്തേക്കാൾ ചെറുതാണ്. ശിവലിംഗം ആരും പുറത്തെടുത്തു കൊണ്ടുപോകുന്നത് രാജാവ് ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. 216 അടി പൊള്ളയായ ഘടനയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിലെ വൃത്താകൃതിയിലുള്ള കല്ല് 81 ടൺ 81 ടൺ ഭാരമുള്ള കഷ്ണമാണ്. ആ കല്ല് ഉയർത്താൻ അവർ 7 കിലോമീറ്റർ ചരിവ് നിർമ്മിച്ച് ആനകളുടെയും മനുഷ്യരുടെയും സഹായത്തോടെ പൊക്കി. ഇത് സിമെന്റ് ഇല്ലാതെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. കല്ലിൽ കൊത്തുപണി നടത്തിയത് പിന്നീടാണ്. യഥാർത്ഥ ക്ഷേത്രത്തിൻ്റെ അടിത്തറ വെറും 6 അടി മാത്രമായിരുന്നു. അതും ഭൂമിക്ക് മുകളിലായിരുന്നു. മുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒറ്റക്കല്ല് ഒരു പേപ്പർ വെയിറ്റ് പോലെ പ്രവർത്തിക്കുന്നു. പൊള്ളയായ ഘടനയെ തന്ത്രപരമായി അത് നിലനിർത്തുന്നു. 2010 ഈ ക്ഷേത്രത്തിൻ്റെ 1000 വർഷം തികയുന്നത് ആഘോഷിക്കാൻ നന്ദി മണ്ഡപത്തിന് ചുറ്റും വളരെ വലിയ ഒരാഘോഷമുണ്ടായിരുന്നു. ഒരേ സമയം 1000 കലാകാരന്മാർ ഭരതനാട്യം അവതരിപ്പിച്ചു. ഇത് 2010 ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചു. ഇവിടെയുള്ള നന്ദി പ്രതിമ 25 ടൺ ഭാരമുള്ള ഇന്ത്യയിലെ 2ാമത്തെ വലിയ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തതാണ്. 13 അടിയാണ് അതിൻ്റെ വലിപ്പം. ആദ്യത്തേത് ലേപാക്ഷിയിലാണ്, ആന്ധ്രാപ്രദേശിൽ 16 അടി. 3ാമത്തേത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ്, മൈസൂരിൽ 12 അടി. മകര സംക്രാന്തി ഉത്സവം ഇവിടെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ വർഷം അത് ജനുവരി 15 ആണ്. 2024 ജനുവരി 16 നന്ദി ഉത്സവം. അന്ന് അദ്ദേഹത്തെ 1 ടൺ പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് അലങ്കരിക്കും. ഈ ദിവസം 108 പശുക്കൾ അകത്ത് പ്രവേശിക്കും. 2 ലെവൽ ഇടനാഴിയുടെ യഥാർത്ഥ നിർമ്മാണമാണിത്. ഇത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം.
ഒരിക്കൽ ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ ഇടനാഴികളും കാവൽ ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. ഇതാണ് നടരാജ മണ്ഡപം. ഇവിടെയാണ് അമ്മൻ ക്ഷേത്രം, അതായത് പാർവതിയുടെ ക്ഷേത്രം. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്ന രസകരമായ നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കായി റിസർച്ച് ചെയ്യാനും ആസ്വദിക്കാനും ഞാൻ ചിലത് ഉപേക്ഷിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് നടത്താം. തഞ്ചാവൂർ കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങാം. ടോയ്ലറ്റുകളും ഭക്ഷണശാലയും ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ തഞ്ചാവൂർ ദർശനം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതിനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനും അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതിനും താല്പര്യപ്പെടുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം.